ഡോക്ടർ പി കെ ഗോപൻ, കേരളയിൽ വരും കേട്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളീയർ മറന്നിട്ടില്ല എന്ന് ശ്രീ രാജു പി നായർ ഈ ചർച്ചയ്ക്കിടെ നമ്മൾ ഓർമ്മപ്പെടുത്തി. കേരളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ജനകീയമായ അല്ലെങ്കിൽ പല പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും എതിർപ്പിൻ്റെ സ്വരങ്ങളും പിന്നീട് സമരങ്ങളായി അത് രൂപാന്തരപ്പെട്ടതുമൊക്കെ നമ്മുടെ ഓർമ്മകളിലുണ്ട്. മാത്രമല്ല, അതിന് റെയിൽവേയുടെ സാങ്കേതികമായ അനുമതി നേടിയെടുക്കാനും കഴിഞ്ഞില്ല. അപ്പോഴും മുഖ്യമന്ത്രി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ശ്രീ രാജു പി നായർ പറഞ്ഞത്. ഇനിയിപ്പോൾ കേരളയിൽ ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് ഇരിക്കെ മറ്റ് രണ്ട് പദ്ധതികൾ കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യും. നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു സംവാദ വിഷയം എന്ന നിലയിൽ അതിൽ രണ്ട് ആശയങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ്. ഒന്ന്, ശ്രീധരൻ അവതരിപ്പിച്ച ഒരു ആശയം അതിവേഗ റെയിൽപാത, മറ്റൊന്ന് ഒരു RRTS എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെക്കുറിച്ച്. പക്ഷേ അവിടെ പ്രതിപക്ഷം ചോദിക്കുന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. RRTS ആണോ അതോ ഈ ശ്രീധരൻ മെട്രോമാൻ അവതരിപ്പിച്ച അതിവേഗ റെയിൽപാത എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് നൽകി അതിനുശേഷം DPR റെയിൽവേക്ക് സമർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അതിവേഗ റെയിൽപാത, ഇതിൽ ഏതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന മാതൃക? ഈ കാര്യത്തിൽ സർക്കാരിനും പാർട്ടിക്കൊക്കെ ഒരു വ്യക്തതയുണ്ടോ എന്നാണ് ശ്രീ രാജു പി നായർ ചോദിച്ചത്. പ്രസക്തമാണല്ലോ ആ ചോദ്യം. ശ്രീ ഗോപികൃഷ്ണ, കെ റെയിൽ എന്ന് പറഞ്ഞാൽ കെയ്ക്ക് എന്താണ് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ? അത് കേരളം എന്ന സംജ്ഞയെ സൂചിപ്പിക്കുന്നതാണ്. കെ റെയിലും കെ ഫോൺ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വരുന്നതാണ്. അതിവേഗ റെയിലാണ് അതിൻ്റെ ഉത്തരം. അത് കേരളത്തിൽ വരും. ആര് തടസ്സം നിന്നാലും ആധുനികതയെ ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. സാങ്കേതികവിദ്യയൊക്കെ കടന്നു വരുമ്പോൾ പലരും എതിർപ്പ് പ്രകടിപ്പിക്കും. യാഥാസ്ഥിതിക ചിന്താഗതിയുള്ളവരൊക്കെ പല കാലത്തും അതിനെയൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കും. ഏത് പുതിയ കാര്യം വരുമ്പോഴും സംശയദൃഷ്ടിയോടെ നോക്കുകയും അതില്ലാതാക്കാൻ പരിശ്രമിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങളെന്താ മുമ്പേ പോയി അനുഭവിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ വേറൊരു ചോദ്യം ഉയർന്നായിരുന്നല്ലോ ശ്രീ ഗോപികൃഷ്ണ, ആർക്കാണ് ഇത്ര ധൃതി? അതെവിടുന്നാണ് വന്നേ? ആ ചോദ്യം എവിടുന്നായിരുന്നു വന്നേ? UDFൻ്റെ കേന്ദ്രത്തിൽ നിന്നല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞത് കേരളയിൽ വരുമെന്ന് പറഞ്ഞാൽ കേരളയിൽ വരും. അത് കെ എന്ന പേരിൻ്റെ പ്രശ്നമാണെങ്കിൽ വേറെ ഏതെങ്കിലും പേര് വരും. അതിവേഗ റെയിലാണ് അവിടെ ഉദ്ദേശിച്ചത്. ആ അതിവേഗ റെയിൽ ഇന്ന് കേരളത്തിന് അഭികാമ്യമാണ്. ലോകത്തെ വളർച്ചയോടൊപ്പം കേരളത്തിന് സഞ്ചരിക്കണം. നേരെ മറിച്ച് ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിച്ചവരെവിടാ? ഇപ്പം ധൃതിയിൽ യാത്ര ചെയ്യേണ്ട എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നതിൻ്റെ യുക്തി എന്താ? കേരളീയർ എത്ര വേഗത്തിലാണ് സഞ്ചരിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഉത്തരം അതാണ്. ഇനി പിന്നെ സർക്കാർ ഈ RRTSനെ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് പറഞ്ഞു. അത് ബജറ്റിലും പറഞ്ഞു, അല്ലാതെയും പറഞ്ഞു. അതിന് ഇത്ര മേഖലകളായിട്ട് നിശ്ചയിക്കുകയാണ്. അത് പ്രായോഗികമാണ്. കാരണം മറ്റേത് ഈ കേരളയിനകത്ത് വരുന്ന പ്രശ്നം എന്താ? കേരളയിനകത്തെ മഞ്ഞക്കുറ്റി അത് ഫ്രീസ് ചെയ്ത് കിടക്കുന്നു. ലോൺ എടുക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല. ശുദ്ധ അസംബന്ധമാണ് ശ്രീ ഗോപികൃഷ്ണ. ആ മഞ്ഞക്കുറ്റി ഇടുമ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് ലോൺ എടുക്കുന്നതിന് തടസ്സമില്ല. അപ്പോൾ ചില വില്ലേജ് ഓഫീസർമാർക്കൊക്കെ അന്നൊരു പ്രശ്നം ഉണ്ടായി. അത് ഗവൺമെൻറ് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. യാതൊരു പ്രയാസവുമില്ല. ആ ഭൂമി അപ്പോഴൊന്നും ഗവൺമെൻറ് എടുക്കുന്നില്ല. അളക്കുന്ന എലുക നിശ്ചയിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അതിൽ മാറ്റം വരാം. ആ എലുക നിശ്ചയിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനാണ് കുറ്റി ഇടുന്നത്. ഒരു അടയാളപ്പെടുത്തൽ വേണ്ടേ? ആ കുറ്റിക്ക് എന്തെങ്കിലും ഒരു സവിശേഷത വേണ്ടേ? അതല്ലാതെ അത് നെഞ്ചത്തും കക്കൂസിലും ഒക്കെ കൊണ്ടിട്ട് കേരളത്തെ തകർക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 6 വരി പാത എങ്ങനെയാണ് നടന്നേ? എന്തിനാണ് സർക്കാരിൻ്റെ ഈ ഇടപെടൽ സർക്കാരിൽ വിശ്വാസ്യത ഇല്ലാതാവുന്നത്? എങ്ങനെയാണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന, മാധ്യമങ്ങൾക്കറിയാവുന്ന ഒരു നഗ്ന യാഥാർത്ഥ്യം ഉണ്ടല്ലോ. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് കേരളത്തിൽ അടച്ചുപൂട്ടിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. എനിക്ക് നടത്താൻ പറ്റത്തില്ല അദ്ദേഹം ആത്മാർത്ഥമായിട്ട് തുറന്നു പറഞ്ഞു. ശരിയാണ്, കേരളത്തിൽ നഗര കേന്ദ്രീകൃതമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നു. എന്താ കാര്യം? എന്താ? ഒറ്റ പ്രശ്നമുള്ളായിരുന്നു. അമിത വിലയാണ് നഗര കേന്ദ്രത്തിൽ കിടക്കുന്ന ഭൂമിക്ക്. ഈ അമിത വില സെൻട്രൽ ഗവൺമെൻറ് നിയമം അനുസരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താ? 60 മീറ്റർ വീതിയിലെ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി 60 മീറ്ററിലേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അവിടെ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം വന്നപ്പോൾ അത് കഥ മാറിയതെങ്ങനെയാണ്? ചരിത്രം വഴിമാറിയതെങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റിനെ കൺവിൻസ് ചെയ്യിച്ചു. ഞങ്ങൾക്ക് 60 എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ വീതി കുറഞ്ഞൊരു സംസ്ഥാനമാണ്, ഞങ്ങൾക്ക് ആകെ 38,863 ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ, ഞങ്ങൾക്ക് കോസ്റ്റ് ഏരിയ മുതൽ ഹിൽ ഏരിയ വരെ ഒരു 100 കിലോമീറ്റർ താഴെ വരുള്ളൂ അതിൻ്റെ നീളം, വീതി. അപ്പോൾ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ് ബോധ്യപ്പെട്ടു. അവർ 60 എന്നുള്ളത് 45 ആക്കാൻ സമ്മതിച്ചു. ഇവിടുത്തെ സമരം എന്താ? 30-ൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 40 കൊല്ലം മുമ്പ് എടുത്തിട്ട 30 മീറ്ററേ പറ്റൂ എന്ന് പറഞ്ഞു. അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി. 30-ൽ നിന്ന് നിങ്ങൾ 60 ആക്കണ്ട, 45-ലേക്ക് എത്തണം.
നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടുന്നേ? ഞങ്ങൾക്ക് പൊന്നിൻ വില പോരാ, സർക്കാർ നിശ്ചയിക്കുന്ന പൈസ പോരാ, ഞങ്ങൾക്ക് മോഹവില വേണം. മോഹവില കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്താ പറഞ്ഞേ? ഞങ്ങൾ കാശ് തരത്തില്ല. അപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? ഞങ്ങൾ കിഫ്ബിയിൽ പണം തരാം. അങ്ങനെ 5800 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ്റിന് അടച്ചിട്ട് ഈ 6 വരി പാത യാഥാർത്ഥ്യമാക്കി. അപ്പോൾ പ്രായോഗികത, ഇച്ഛാശക്തി, ജനകീയ താല്പര്യം, ഇത് മൂന്നും കൂടെ സമ്മേളിച്ച് കഴിഞ്ഞാൽ എന്തായി മാറും? ശരിയായ ജനപക്ഷ വികസനമായി മാറും. ഇതേ പാറ്റേണാണ് ഞങ്ങൾ കെയർ-റെയിലിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. കെയർ-റെയിലിനകത്ത് പാരിസ്ഥിതിക പ്രശ്നമുണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാം. ആർക്കാ തടസ്സം? പാരിസ്ഥിതികമായ കാര്യങ്ങളെ കൂടി പരിഗണിച്ചേ വികസനം സാധ്യമാവൂ. അതുകൊണ്ട് ഒരു തരത്തിലും പാരിസ്ഥിതിക കോട്ട ഉണ്ടാക്കാതെ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൃഷി നടത്തുന്നത് പോലും അക്ഷരാർത്ഥത്തിൽ പാരിസ്ഥിതിക തടസ്സമാണ്. കൃഷി ചെയ്യുന്നത് പോലും, ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് പാരിസ്ഥിതിക തടസ്സമാണ്. അപ്പോൾ പാരിസ്ഥിതിക തടസ്സത്തിൻ്റെ ആഘാതം കുറയ്ക്കലാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ദാ ഈ 6 വരി പാതയ്ക്കകത്തുള്ള ഒരു അപകടം എന്താണെന്നറിയോ? ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്ന 6 വരി പാതയ്ക്കകത്ത് 45 മീറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിച്ച് കിട്ടി. പക്ഷേ അതിൽ വരുന്നൊരു ചെറിയ ദോഷം കൂടിയുണ്ട്. ശ്രീ ഗോപകൃഷ്ണൻ, ഞങ്ങളൊക്കെ പരിസ്ഥിതി പ്രവർത്തകർ കൂടിയാണ്. 600 കിലോമീറ്റർ നീളത്തിൽ 60 മീറ്റർ വീതിയിൽ ഒരു പുൽനാമ്പ് പോലും വെക്കാൻ സ്ഥലമില്ല. ഒരു 10 മീറ്റർ നമുക്ക് അവിടെ മീഡിയൻ വേണമായിരുന്നു വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ. കേരളീയർക്ക് അത് ആദ്യം മനസ്സിലായില്ല. ഈ സമ്മർദ്ദ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായില്ല. പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഈ 60 മീറ്റർക്ക് ഞങ്ങൾക്ക് തടസ്സമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് കിടക്കുക. ഈ 6 വരി പാതയ്ക്കകത്ത് കിടക്കുക അത്. അപ്പോൾ അതാ കെയർ-റെയിൽ വരുമ്പോൾ അതിന് പാരിസ്ഥിതിക എംബാങ്ക്മെൻറ്റ് വരുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നം ചിലയിടത്ത് വരാം. നമ്മളിപ്പോൾ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു മണ്ടൻ തീരുമാനം ഉണ്ടല്ലോ. ഈ വയഡക്റ്റിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ പാറയുടെ അടിക്ക് കൊണ്ടുവന്ന് തൂണ് ബന്ധിപ്പിച്ച് അത് വെള്ളപ്പൊക്കത്തിൽ നശിക്കത്തില്ല. അത്രമാത്രം പൈലിംഗ് നടത്തി അത് സുരക്ഷിതമാക്കാം. പക്ഷേ വയൽ പ്രദേശങ്ങളിൽ മണ്ണിട്ടുയർത്തി എംബാങ്ക്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ പാരിസ്ഥിതികമായ ദോഷം ഉണ്ടാകാം. അതിപ്പോൾ കുറച്ചൊക്കെ സ്ഥലത്ത് നമുക്ക് അനുഭവിക്കുന്നുണ്ട് ഈ 6 വരി പാതയ്ക്കകത്ത്. അതുപോലെ കെയർ-റെയിലിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. രണ്ട് കാര്യങ്ങളിലൊന്ന് ഇടപെട്ടിട്ട്, ഒന്ന് താങ്കൾ പറഞ്ഞത് കൃഷി തന്നെ വേറൊരു അർത്ഥത്തിൽ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന ഒരു വാദം താങ്കൾ പറഞ്ഞു. അതിന് മറ്റൊരു യുക്തിയാണ്. അത് ശരി, ഞാൻ അതവിടെ നിൽക്കട്ടെ. പക്ഷേ കെയർ-റെയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൽ ഒരു സങ്കീർണത സൃഷ്ടിച്ചത് അങ്ങനെയൊന്നുമല്ലല്ലോ. കെയർ-റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആളുകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഉണ്ടായ പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമായി ഉയർത്തിയ സമരങ്ങളുമൊക്കെയാണ്. അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സർക്കാർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് അറിയാമല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചതെന്നും. ഇനി രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരുന്നു. കെയർ-റെയിലുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവിടെ അവസാനിച്ച് ഇനി അതിവേഗ പാത നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് RRTS ആണെന്നും അതിന് 100 കോടി രൂപ ബജറ്റിൽ പ്രാഥമികമായി വകയിരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ശ്രീധരൻ ഒരു ബദൽ പദ്ധതി കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. റെയിൽവേ മന്ത്രാലയത്തിന് DPR നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ജില്ലകൾ തോറും അദ്ദേഹം വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങളുടെ പിന്തുണ നേടാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ RRTSനേക്കാൾ പ്രായോഗികവും കേരളത്തിൽ അനുയോജ്യവും നടപ്പാക്കാൻ കഴിയുന്നതുമായത് അതിവേഗ പാതയാണെന്ന് ശ്രീധരൻ സമർത്ഥിക്കുകയും അതിന് കേന്ദ്രാനുമതി ലഭിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ RRTS പദ്ധതി വെള്ളത്തിലാകില്ലേ? ശ്രീധരൻ പറഞ്ഞത് ഇതൊരു കടലാസ് പദ്ധതി, ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്, നടക്കാൻ പോകുന്നില്ല എന്നാണ്. ശ്രീ ഗോപകൃഷ്ണ, അത് കൃത്യമായിട്ട് ഞാൻ അതിന് പ്രതികരിക്കാം. ഒറ്റ വാചകത്തിൽ അതിന് മുമ്പത്തെ ഒരു കാര്യത്തെ കൂടെ ക്ലോസ് ചെയ്യാം. അങ്ങ് ചോദിച്ചത് തന്നെയാണിപ്പോൾ ഈ പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ വിഷയം. നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഓർമ്മയുണ്ടോ ഗോപകൃഷ്ണ? കീഴാറ്റൂർ വയൽ പ്രദേശം നികത്തി ഈ 6 വരി പാത നിർമ്മിക്കുന്നതിനെതിരായിട്ട് നന്ദിഗ്രാമിൽ നിന്നാണ് മണ്ണ് കൊണ്ടുവന്നത്. ആ കീഴാറ്റൂർ സമരത്തിൽ നിന്നവർക്കെല്ലാം അപകടം മനസ്സിലായി. അവർ തിരിച്ചറിയുകയും അവർ ഭൂമി വിട്ടുകൊടുത്തിട്ടില്ല ഈ 6 വരി പാത ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ മുമ്പിൽ സർക്കാർ കീഴടങ്ങിയെങ്കിലോ? പരിസ്ഥിതി പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം, അല്ലാതെ വികസനം നടത്താൻ കഴിയില്ല. പക്ഷേ പരിസ്ഥിതി പ്രശ്നം ഉയർത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചാൽ അതിന് കീഴടങ്ങാനും പറ്റില്ല. അതിന് കീഴടങ്ങിയിരുന്നെങ്കിൽ 6 വരി പാത ഉണ്ടാവില്ല. നമ്മൾ 6 മാസം 8 മാസം കഴിയുമ്പോൾ നമ്മൾ 6 വരി പാതയിലൂടെ യാത്ര ചെയ്യാൻ പോവുക. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അങ്ങ് ചോദിച്ച ചോദ്യം, ഈ ശ്രീധരൻ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടെക്നോക്രാറ്റ്, ആർക്കും തർക്കമില്ല. കാരണം മെട്രോ അദ്ദേഹത്തിന് ലഭിക്കുന്നത് തന്നെ ഇടതുപക്ഷ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. മെട്രോ അദ്ദേഹത്തിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് UDF അന്ന് പരിശ്രമിച്ചത്. പക്ഷേ ഞങ്ങൾ അത് ഏറ്റവും നല്ല ടെക്നോക്രാറ്റാണ്, അദ്ദേഹത്തിന് അത് കഴിയും, ഈ ശ്രീധരൻ സാറിന് അത് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തി. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രീധരൻ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ അങ്ങ് ചോദിച്ചു സെൻട്രൽ ഗവൺമെൻറ് ഈ പദ്ധതി അംഗീകരിക്കാതെ മറ്റേത് അംഗീകരിച്ചത്. ഭൂമി എടുത്തു കൊടുക്കേണ്ട ആരാ ഗോപികൃഷ്ണ? ഭൂമി എടുത്തു കൊടുക്കേണ്ടത് ആരാ? സംസ്ഥാന ഗവൺമെൻറ് ആണോ?
ഏത് പദ്ധതി കൊണ്ടുവന്നാലും ആകാശത്തൂടെ നടക്കത്തില്ലല്ലോ. വയഡക്റ്റ് ആയാലും ശരി, പിന്നെ ഇനി എംബാങ്ക്മെൻ്റ് ആയാലും ശരി, മണ്ണ് നിറച്ചുള്ള ഭിത്തി ആയാലും ശരി, തൂണിലുള്ള ഭിത്തി ആയാലും ശരി, ലാൻഡ് കൊടുക്കേണ്ടതാരാ? കേരള സർക്കാർ. അപ്പോൾ കേരള സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാതാണോ അദ്ദേഹം പറയുക ഞാനിത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞാനങ്ങ് നടപ്പിലാക്കും? ഫണ്ട് കൊടുക്കേണ്ട ആരാ? രണ്ടാമത്, ഇതിൻ്റെ 40% വിഹിതം സംസ്ഥാന ഗവൺമെൻറ്റിനാണല്ലോ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വന്നിരിക്കുന്ന ഏത് പദ്ധതിയുടെ 40% വിഹിതം സംസ്ഥാന ഗവൺമെൻറ്, 60% സെൻട്രൽ. ആ 60 തരത്തില്ലെന്നുള്ള അറിയാമല്ലോ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം ഗോപികൃഷ്ണ, ഇവരാരും ഇത് ചർച്ച ചെയ്യാൻ തയ്യാറില്ല. 54 മേൽപ്പാലങ്ങളുടെ നിർമ്മാണം കേരളത്തിൽ നടക്കുക, റെയിൽവേ മേൽപ്പാലങ്ങളുടെ. 54 രൂപ സെൻട്രൽ കൊടുക്കുന്നുണ്ടോ തിരക്ക്? 54 രൂപ. നേരത്തെ ഇത് ഭൂമി എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു ഈ മേൽപ്പാലങ്ങൾ ഓവർബ്രിഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പൈസ പോലും സെൻട്രൽ ഗവൺമെൻറ് അതിന് തരുന്നില്ല. 54 മേൽപ്പാലങ്ങളും കേരളത്തിലെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വികസനമല്ല നടക്കുന്നത്. ഈ 60%, അതിനകത്ത് 60% പോയിട്ട് 6% പോലും തരുന്നില്ല. അപ്പോൾ ഇപ്പം തന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് ഈ RRTSൻ്റെ പ്രത്യേകത എന്താ? ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനോട് നഗരവികസന മന്ത്രി ഇങ്ങോട്ട് ആവശ്യപ്പെടുക ചെയ്തേ. ഇവരിതിനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് പറ്റിയ ഒരു പദ്ധതിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച പലയിടത്തും നടപ്പിലാക്കാൻ പോകുന്ന ഈ RRTS എന്തുകൊണ്ട് കേരളത്തിൽ പരിഗണിച്ചുകൂടാ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗവൺമെൻറ് ഈ പ്രപ്പോസൽ വെച്ചത്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒറ്റയടിക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്നുള്ളതല്ല. അല്ല, അതെനിക്ക് മനസ്സിലായി. കേന്ദ്ര നഗരകാര്യ വകുപ്പിന് താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. കേന്ദ്ര നഗരകാര്യ വകുപ്പിന് താങ്കൾ പറഞ്ഞതുപോലെ RRTS എന്ന പദ്ധതിയോട് യോജിപ്പാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഈ പദ്ധതിക്ക് ആ നിലയ്ക്ക് മറ്റ് തടസ്സങ്ങൾ, അതായത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയും സാഹചര്യവും സംസ്ഥാന സർക്കാർ കാണുന്നുമില്ല. അത് ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ശ്രീധരന് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ, അത് മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം വേറൊരു കാര്യം അവതരിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിൽ പോലും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ശ്രീധരൻ അദ്ദേഹം കേരളത്തിൽ പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതി അതിവേഗ റെയിൽ പദ്ധതിയാണെന്നും അദ്ദേഹം തയ്യാറാക്കിയ DPRന് കേന്ദ്രാനുമതി കിട്ടുകയും ചെയ്താൽ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കേണ്ടതും ഈ പദ്ധതി നടപ്പാക്കാൻ സഹകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നതിൻ്റെ പേരിൽ ആ പദ്ധതിക്ക് എതിരെ നിൽക്കും സർക്കാർ എന്നാണോ താങ്കൾ സൂചിപ്പിച്ചത്? അതല്ല, ഈ ശ്രീധരനാണ് അനുമതി കിട്ടുന്നതെങ്കിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? ശ്രീ ഗോപികൃഷ്ണ, അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്റുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. ഈ ശ്രീധരൻ്റെ പദ്ധതിയാണ് പ്രാക്ടിക്കലെങ്കിൽ ആർക്കാ തർക്കം? പക്ഷേ ഈ ശ്രീധരൻ്റെ പദ്ധതി മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് പെർമിഷൻ തരാത്ത എന്താ? അവർ പെർമിഷൻ തരുന്നെങ്കിലല്ലേ ഈ ശ്രീധരൻ്റെ. ഇപ്പോൾ ഈ ശ്രീധരൻ ചെന്ന് ചോദിച്ചാൽ പെർമിഷൻ കൊടുക്കും, സംസ്ഥാന ഗവൺമെൻറ് ചെന്ന് ചോദിച്ചാൽ പെർമിഷൻ കൊടുക്കത്തില്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിന് ആരാ സമാനം പറയണ്ടേ? ഈ ശ്രീധരൻ സാറിൻ്റെ പദ്ധതിയാണ് സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കുന്നതെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ് വഴി അയക്കാമല്ലോ. സംസ്ഥാന ഗവൺമെൻറ് ചോദിച്ചപ്പോൾ അതിന് പെർമിഷൻ ഇല്ല. എന്നാൽ റെയിൽവേയുടെ കീഴിൽ വരുന്ന അല്ല ഇത്. നഗരവികസന മന്ത്രി കേരളത്തോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 4 മേഖലകളായിട്ട് തിരിക്കുകയും അത് വെറുതെ എടുക്കുകയല്ല, ബജറ്റിൽ തന്നെ അതിൻ്റെ പഠനത്തിന് പൈസ വിനിയോഗിച്ചു. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. 10 വർഷം മുമ്പ് പറഞ്ഞിട്ടിട്ട് പോയതാണോ ഈ നടന്നതല്ല? ഈ കൊച്ചി ഇടമൺ വൈദ്യുതീകരണം പൂർത്തിയാക്കി കേരളത്തിൽ പവർ കട്ട് ഇല്ലാതാക്കി മാറ്റിയത് പറഞ്ഞിട്ടിട്ട് പോയതാണോ? 6 വരി പാത യാഥാർത്ഥ്യമാകുന്നത് പറഞ്ഞിട്ടിട്ട് പോയതാണോ? ഗ്യാസ് പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായത് പറഞ്ഞിട്ടിട്ട് പോയതാണോ? K-ഫോൺ യാഥാർത്ഥ്യമായത് പറഞ്ഞിട്ടിട്ട് പോയതാണോ? ഈ 54 മേൽപ്പാലങ്ങൾ പറഞ്ഞിട്ടിട്ട് പോയതാണോ? ഈ തീരദേശ ഹൈവേ പറഞ്ഞിട്ടിട്ട് പോയതാണോ? വിഴിഞ്ഞം തുറമുഖം പറഞ്ഞിട്ടിട്ട് പോയതാണോ? ഇതെല്ലാം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും രാഷ്ട്രീയ പ്രതിജ്ഞാബദ്ധതയും സംസ്ഥാന ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് ഈ ശ്രീധരന്റെ പദ്ധതിയാണ് വയബിളെങ്കിൽ ആർക്കാ തർക്കം? ശരി. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് അതിന് സംസ്ഥാന ഗവൺമെന്റ് ചോദിച്ചപ്പോൾ അനുമതിയില്ല. ശരി, ഇതാണ് കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.